ഹൈറേഞ്ചിന്റെ ചരിത്ര സ്മരണയിൽ തങ്കലിപികളാൽ പ്രശോഭിക്കുന്ന പുണ്യ കലാക്ഷേത്രം. വെള്ളയാംകുടിയിലെ കുടിയേറ്റ കർഷകരുടെ വിദ്യാഭ്യാസ പ്രതീക്ഷകൾക്ക് ജീവൻ പകർന്നു നൽകുന്ന കലാലയമാണ് സെന്റ് ജെറോംസ് LP സ്കൂൾ. പകലന്തിയോളം പാടത്തും പറമ്പിലും പണി ചെയ്ത് തങ്ങളുടെ മക്കളുടെ നല്ല ഭാവി സ്വപ്നം കണ്ട് കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ചോര നീരാക്കി ജീവിച്ച പൂർവ്വസൂരികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് വെളിച്ചം പകരുവാൻ 1961 ഒരു കൊച്ചു പുൽമാടത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് പുല്ലനച്ചാൽ സ്ഥാപിതമായ സെന്റ് ജെറോംസ് LP സ്കൂൾ 1983 വരെ അൺഎയ്ഡഡ് മേഖലയിലായിരുന്നു. 1983 ജൂൺ 15 എയ്ഡഡ് സ്കൂളായി അംഗീകാരം ലഭിച്ചത്. 41ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ രക്ഷാധികാരി അഭിവന്ദ്യ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെയും രൂപതാ വിദ്യാഭ്യാസ ഏജൻസിയുടെ സെക്രട്ടറി വെരി റവറൻ ഫാദർ ജോർജ് തകടിയേലിൻ്റെയും സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് മണിയാട്ടച്ചൻ്റെയും അസിസ്റ്റന്റ് മാനേജർമാരായ റവറൻ ഫാദർ ജോസഫ് ഉമ്മിക്കുന്നേൽ, ഫാദർ ജോമിൻ പഴുക്കുടിയിൽ എന്നിവരുടെ നേതൃത്വത്തിനും പ്രിയപ്പെട്ട വെള്ളയാംകുടി നിവാസികളുടെയും പ്രിയ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും അകമഴിഞ്ഞ സഹകരണത്തിനും സർവോപരി ഈശ്വര അനുഗ്രഹത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വിനയപൂർവ്വം സമർപ്പിക്കട്ടെ. സ്ഥലം മാറ്റവും നിയമനവും. കഴിഞ്ഞ 16 വർഷക്കാലം ഈ സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകനായിരുന്ന ശ്രീ PM തോമസ് റിട്ടയർ ചെയ്ത ഒഴിവിൽ ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ നിന്നും ശ്രീ സൈജുമോൻ ജോസഫ് ഹെഡ് മാസ്റ്ററായി നിയമിതനായി. സെന്റ് ജെറോംസിന്റെ പൊന്നോമനകളെ വിജയവേദിയിലേക്ക് കൈപിടിച്ച് നയിക്കുവാൻ ഹെഡ് മാസ്റ്റർക്കൊപ്പം ശ്രീമതി ലൈസാമ മാത്യു, റാണി മാത്യു, ജയ തോമസ്, മഞ്ജു തോമസ്, ജിൻസി ജോസഫ്, ആമിന PV, ശാലിനി കുര്യൻ, അഞ്ജലി ജോസഫ്, മഞ്ജു മാത്യു, ആശ ജോർജ്, സോണിയ ജോസഫ്, ജിസ് ജോസഫ്, അമലു K ബിനോയ്, നിഷാമോൾ T എന്നിങ്ങനെ 14 അധ്യാപകരും ഈ സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. വിവിധ കാലങ്ങളിലെ ലീവ് വേക്കൻസിയിൽ ജോലി ചെയ്ത ആൻറ്റിനു ബേബി, ആൽഫിൻ ജോസഫ് എന്നിവരെയും നന്ദിയോടെ ഓർക്കുന്നു. സെന്റ് ജെറോംസിന്റെ വിജയത്തിന് പിന്നിൽ സമയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ പ്രയത്നിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നന്ദി പറയുവാനും ഞാൻ ഈ സമയം വിനിയോഗിക്കട്ടെ. പ്രവേശനോത്സവം. നവാഗതരെ സ്കൂളിലേക്ക് സ്വീകരിക്കുന്നതിനായി ഈ വർഷവും പ്രവേശനോത്സവം പൂർവാധികം ഭംഗിയായി നടത്തി. 2023-24 അധ്യയന വർഷത്തിൽ 1ാം ക്ലാസ്സിൽ 72, 2ാം ക്ലാസ്സിൽ 80, 3ാം ക്ലാസ്സിൽ 78, 4ാം ക്ലാസ്സിൽ 85 കുട്ടികളുമായി ആകെ 315 കുട്ടികളാണ് അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ നമുക്കുണ്ടായിരുന്നത്. പഠന പ്രവർത്തനങ്ങൾ. മാതൃഭാഷയും ഇംഗ്ലീഷും നമ്മുടെ പഠന മാധ്യമങ്ങളാണ്. 4 മലയാളം മീഡിയം ഡിവിഷനുകളും 8 ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകളും നമ്മുടെ കലാലയത്തിൽ പ്രവർത്തിക്കുന്നു. പാഠപുസ്തകവും യൂണിഫോമും. ഈ കലാലയ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ PTA MBTA കമ്മിറ്റികളുടെ സഹായത്തോടെ കുട്ടികൾക്ക് സൗജന്യമായി പാഠപുസ്തകവും യൂണിഫോമും വിതരണം ചെയ്തു. ഉച്ചഭക്ഷണം. അധ്യയന വർഷത്തിൻ്റെ ആദ്യ ദിനം മുതൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി വരുന്നു. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും 2 കൂട്ടം കറികളും കുട്ടികൾക്ക് നൽകുന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് ബിരിയാണി തയ്യാറാക്കി നൽകിയ PTA MBTA കമ്മിറ്റി അംഗങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായി ഓണസദ്യ നടത്തുവാൻ സാധനങ്ങൾ സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃതുല്യമായ സ്നേഹത്തോടെ ഉച്ചഭക്ഷണം തയ്യാറാക്കി നൽകുന്ന കുട്ടിയമ്മ ചേച്ചിയോടുള്ള അകമഴിഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുക കൂടി ചെയ്യുന്നു. സ്കൂൾ അസംബ്ലി. ആഴ്ചയിൽ 2 ദിവസം ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ നേതൃത്വത്തിൽ അസംബ്ലി നടത്തിവരുന്നു. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകളിൽ പഠിക്കുന്ന കുട്ടികൾ പൂർണ്ണമായി ഇംഗ്ലീഷിലും, മലയാളം മീഡിയം ഡിവിഷനുകളിൽ പഠിക്കുന്ന കുട്ടികൾ പൂർണ്ണമായി മലയാളത്തിലും അസംബ്ലി നടത്തുന്നു. സ്കൂൾ ലൈബ്രറി. അറിവിൻ്റെ അനന്തവിഹായസിലേക്ക് പറന്നുയരുവാൻ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട 1000-ലധികം പുസ്തകങ്ങളുമായി നമ്മുടെ സ്കൂൾ ലൈബ്രറി പ്രവർത്തിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും മാറ്റി നൽകുകയും ചെയ്യുന്നു. ജന്മദിന സമ്മാനമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കുന്ന
പ്രിയപ്പെട്ട കുട്ടികൾക്ക് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ദിനപത്രം. അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി കുട്ടികളെ അറിവുള്ളവരാക്കുന്നതിനും വേണ്ടി എല്ലാ ക്ലാസ്സുകളിലും എല്ലാ പ്രവൃത്തി ദിവസവും ദീപിക ദിനപത്രം നൽകുന്നു. കമ്പ്യൂട്ടർ പരിശീലനം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ ആയാസരഹിതവും കാര്യക്ഷമമാക്കുന്നതിനു വേണ്ടി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. സെൻറ് ജെറോംസിലെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന നിഷ ടീച്ചറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കട്ടെ. വേദപാഠം സന്മാർഗം ക്ലാസുകൾ. ഈശ്വര വിശ്വാസവും സത്യസന്ധതയും മൂല്യബോധവുമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ എല്ലാ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വേദപാഠ സന്മാർഗ ക്ലാസുകൾ നടത്തിവരുന്നു. പഠന പ്രവർത്തനങ്ങൾ. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പരമപ്രധാനമായ പാഠ്യവിഷയങ്ങൾ സമയക്രമമനുസരിച്ച് പഠിപ്പിക്കുകയും മൂല്യനിർണ്ണയം നടത്തി കുട്ടികളുടെ പഠന നിലവാരം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ചോദ്യോത്തരങ്ങൾ, കേട്ടെഴുത്ത്, വായന, ക്ലാസ് പരീക്ഷകൾ, യൂണിറ്റ് ടെസ്റ്റുകൾ, പാദവാർഷിക പരീക്ഷകൾ എന്നിവ ക്രമമായി നടത്തുന്നു. ക്ലാസ് PTA-കളിലൂടെ കുട്ടികളുടെ പഠന നിലവാരവും പഠന പുരോഗതിയും രക്ഷകർത്താക്കളെ അറിയിക്കുന്നു. ഈ വർഷം കുട്ടികളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി പ്രത്യേകമായി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ വണ്ടർ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്, എൻ്റെ മലയാളം തുടങ്ങിയ പദ്ധതികളിലൂടെ കുട്ടികളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള മികവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. LSS പരീക്ഷ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന LSS പരീക്ഷയിൽ മികച്ച വിജയം നേടുവാൻ ഇത്തവണയും നമ്മുടെ സ്കൂളിന് സാധിച്ചു. 4 കുട്ടികളാണ് 2022-23 അധ്യയന വർഷം LSS സ്കോളർഷിപ്പിന് അർഹരായത്. നോർബർട്ട് അലക്സ്, സഫന എസ് ബക്കർ, പാർവണ പ്രമോദ്, ദിയ ബിജു എന്നീ കൊച്ചുമിടുക്കർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ദിനാചരണങ്ങൾ. പഠന പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോക പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്രദിനം, സ്വാതന്ത്ര്യദിനം, കർഷക ദിനം, കേരളപ്പിറവി ദിനം, ശിശുദിനം, ഭിന്നശേഷി ദിനം, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷി ദിനം, ഓണാഘോഷം, ക്രിസ്തുമസ് ആഘോഷം എന്നിവ സംഘടിപ്പിക്കുകയും ഓരോന്നിനോടുമനുബന്ധിച്ച് കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിദ്യാരംഗം കലാരംഗവേദിയും വിവിധ ക്ലബ്ബുകളും. പഠനത്തോടൊപ്പം പാഠ്യേതര രംഗങ്ങളിലും കുരുന്നുകളെ മികവുറ്റവരാക്കുവാൻ വിദ്യാരംഗം കലാവേദിയും വിവിധ ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നു. ഈ വർഷം വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സുപ്രസിദ്ധ കവിയും സാഹിത്യകാരനുമായ ശ്രീ ആന്റണി മുനിയറ നിർവഹിച്ചു. അതേ ദിവസം തന്നെ ദീപിക എൻ്റെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോസഫ് ഉമ്മിക്കുന്നേലും നിർവഹിക്കുകയുണ്ടായി. കുട്ടികളിൽ അന്തർലീനമായ സർഗവാസനകളെ തട്ടിയുണർത്തി അവർക്കാവശ്യമായ പ്രോത്സാഹനവും പരിശീലനവും നൽകി ഏതു വേദിയിലും തങ്ങൾ ആർജിച്ച അറിവും കഴിവും മാറ്റൊരുക്കുവാൻ തക്ക പ്രാവീണ്യം നേടിയെടുക്കുവാൻ ആർട്സ് ക്ലബ്ബും, വിജ്ഞാനത്തോടൊപ്പം മാനസിക ഉല്ലാസം നൽകുന്ന അതിവേഗം ബഹുദൂരമെന്ന മുദ്രാവാക്യത്തെ മുറുകെ പിടിച്ച് വിവിധ തലത്തിൽപ്പെട്ട ചുണക്കുട്ടികളുമായി പോരാടി വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുവാൻ സ്പോർട്സ് ക്ലബ്ബും, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രീയ സത്യങ്ങൾ മനസ്സിലാക്കി ശാസ്ത്രലോകത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിനു വേണ്ടി സയൻസ് ക്ലബ്ബും, പ്രകൃതിയെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുവാനുമായി നേച്ചർ ക്ലബ്ബും, സ്കൂൾ വിദ്യാർത്ഥികളുടെ മാനസികവും കായികവുമായ ആരോഗ്യം വളർത്തുന്നതിന് ഹെൽത്ത് ക്ലബ്ബും, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൻ്റെ പുത്തൻ ചുവടുവെപ്പാകുവാനായി സാമൂഹ്യശാസ്ത്ര ക്ലബ്ബും, അത്ഭുതങ്ങളുടെ മാസ്മരികത ഉണർത്തുന്ന ഗണിത ലോകത്തെ തൊട്ടറിയുവാൻ ഗണിത ക്ലബ്ബും, വിയർപ്പ് തുള്ളികൾ തമ്മിൽ ആശ്ലേഷിക്കുന്ന തൊഴിലിടങ്ങളുടെ സുഗന്ധത്തിലലിയുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഫാമേഴ്സ് ക്ലബ്ബും, കുട്ടികളുടെ മാനസികവും ശാരീരികവും ബൗദ്ധികവുമായ വളർച്ചയെ സഹായിക്കുന്ന രീതിയിൽ പ്രവൃത്തി പരിചയ ക്ലബ്ബും, അച്ചടക്കവും പരസ്പര സഹകരണവും സഹവർത്തിത്വവും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് കുട്ടികളെ പ്രാപ്തരാക്കുവാൻ
പരിശീലനം നൽകുന്നതിനായി കബ്ബ്, ബുൾബുൾ, JRC എന്നിവയും നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. സ്കൂൾ തല മത്സരങ്ങൾ. സ്കൂളിലെ കലാ, കായിക, ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ നടത്തുകയും അതിൽ സമ്മാനാർഹരായവർക്ക് സബ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പരിശീലനം നൽകുകയും ചെയ്തു. കൂടാതെ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക കലാ, കായിക മത്സരങ്ങൾ നടത്തുകയും വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം നൽകുകയും ചെയ്തു. സബ് ജില്ലാതല മത്സരങ്ങൾ. കായികമേള. ഈ വർഷം കാൽവരി മൗണ്ടിൽ വെച്ച് നടന്ന സബ് ജില്ലാതല കായികമേളയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 20 കുട്ടികൾ പങ്കെടുക്കുകയും സബ് ജില്ലാതലത്തിൽ 6ാം സ്ഥാനം നേടുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നേതൃത്വം കൊടുത്ത മഞ്ജു ടീച്ചറിനും ആഷ ടീച്ചറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഗണിതശാസ്ത്രമേള. ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന സബ് ജില്ലാതല ഗണിതശാസ്ത്രമേളയിൽ നമ്മുടെ സ്കൂളിന് 33 പോയിന്റുകളോടെ സബ് ജില്ലയിൽ 2ാം സ്ഥാനം നേടിയെടുക്കുകയുണ്ടായി. സമ്മാനാർഹരായ കുട്ടികൾക്കും നേതൃത്വം കൊടുത്ത ജിൻസ ടീച്ചറിനും ആഷ ടീച്ചറിനും ജിസ് ടീച്ചറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഉപജില്ലാ പ്രവൃത്തി പരിചയമേള. ഇരട്ടിയാറിൽ വെച്ച് നടന്ന ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 10 കുട്ടികൾ പങ്കെടുക്കുകയും 60 പോയിന്റോടെ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ 4ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഓരോ ഐറ്റവും പരിശീലിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ലൈസമ്മ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള എല്ലാ അധ്യാപകർക്കും പങ്കെടുത്ത കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേള. വെള്ളയാങ്കുടിയിൽ വെച്ച് നടന്ന ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേളയിൽ 13 പോയിന്റുകളോടെ നമ്മുടെ സ്കൂൾ കട്ടപ്പന സബ് ജില്ലയിൽ 3ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നേതൃത്വം നൽകിയ റാണി ടീച്ചർ, മഞ്ജു ടീച്ചർ, ആമന ടീച്ചർ എന്നിവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഉപജില്ലാ ശാസ്ത്രമേള. വെള്ളയാങ്കുടിയിൽ വെച്ച് നടന്ന കട്ടപ്പന ഉപജില്ലാ ശാസ്ത്രമേളയിൽ 25 പോയിന്റോടെ നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനത്തെത്തുകയുണ്ടായി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവർക്ക് നേതൃത്വം നൽകിയ റാണി ടീച്ചറിനും മഞ്ജു ടീച്ചറിനും ആമിന ടീച്ചറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. കട്ടപ്പന ഉപജില്ലാ കലോത്സവം. തങ്കമണിയിൽ വെച്ച് നടന്ന കട്ടപ്പന ഉപജില്ലാ കലോത്സവത്തിൽ 61 പോയിന്റുകളോടെ നമ്മുടെ സ്കൂൾ ഇത്തവണയും ഓവറോൾ ചാമ്പ്യന്മാരായി. ശാലിനി ടീച്ചറുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയ സോണിയ ടീച്ചർ, ജയ ടീച്ചർ എന്നിവർക്കും എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സബ് ജില്ലാതല അറബി കലോത്സവം. തങ്കമണിയിൽ വെച്ച് നടന്ന സബ് ജില്ലാതല അറബി കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും 9 കുട്ടികൾ പങ്കെടുക്കുകയും 45 പോയിന്റോടെ സബ് ജില്ലാ തലത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുകയും ചെയ്തു. പരിശീലനം നൽകിയ ആമിന ടീച്ചറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. KCSL രൂപതാതല മത്സരം. മുരിക്കാശ്ശേരിയിൽ വെച്ച് നടന്ന KCSL രൂപതാതല മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുകയും 28 പോയിന്റോടെ ഇടുക്കി രൂപതയിൽ 5ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. കുട്ടികൾക്ക് പരിശീലനം നൽകിയ മഞ്ജു ടീച്ചറിനും ശാലിനി ടീച്ചറിനും മഞ്ജു മാത്യു ടീച്ചറിനും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. DCL താലന്ത് ഫെസ്റ്റ്. സെന്റ് ജെറോംസിലെ കലാകാരന്മാരും കലാകാരികളും മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന DCL താലന്ത് ഫെസ്റ്റിൽ പങ്കെടുത്തു. ഇത്തവണ താലന്ത് ഫെസ്റ്റിൽ ഇടുക്കി ജില്ലയിൽ നമ്മുടെ സ്കൂൾ 1ാം സ്ഥാനത്ത് എത്തുകയുണ്ടായി. കൂടാതെ സംസ്ഥാന തലത്തിൽ 36 പോയിന്റുകളുമായി 5ാം സ്ഥാനത്ത് എത്തുവാനും നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. ഈ സുവർണ നേട്ടത്തിന് വേണ്ടി കുട്ടികളെ ഒരുക്കിയ എല്ലാ അധ്യാപകർക്കും നേതൃത്വം കൊടുത്ത മഞ്ജു ടീച്ചറിനും ശാലിനി ടീച്ചറിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ക്വിസ് മത്സരങ്ങൾ. പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം പൊതുവിജ്ഞാനത്തിലും കുട്ടികളെ മികവുറ്റവരാക്കുവാൻ പ്രത്യേക പരിശീലനവും സ്കൂളിൽ നൽകി വരുന്നു. അതിൻ്റെ ഫലമായി ഈ വർഷം സബ് ജില്ലയിലും സംസ്ഥാന തലത്തിലും നടന്ന വിവിധ ക്വിസ് മത്സരങ്ങളിൽ നമ്മുടെ സ്കൂളിലെ മിടുക്കന്മാരും മിടുക്കികളും സമ്മാനാർഹരാകുകയുണ്ടായി. KPSTA സബ് ജില്ലാ തലത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ഐസക് സെബാസ്റ്റ്യൻ 1ാം സ്ഥാനവും ഹെറാൻ ജോൺ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. സബ് ജില്ലാ തലത്തിൽ നടന്ന ആലിഫ് താലന്ത് ക്വിസ് മത്സരത്തിൽ നമ്മുടെ മുഹമ്മദ് റിയാൻ 1ാം സ്ഥാനവും മുഹമ്മദ് ഹാരിസ് 2ാം സ്ഥാനവും നേടുകയുണ്ടായി. CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസ് മത്സരത്തിൽ
നെഹറിൻ ഫാത്തിമ നൌഷാദ് ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി. അതുപോലെ തന്നെ സബ് ജില്ലാ തലത്തിൽ നടന്ന സ്വദേശ് മെഗാ ക്വിസിൽ നമ്മുടെ 4ാം ക്ലാസ്സിലെ ഐസക് സെബാസ്റ്റ്യൻ 2ാം സ്ഥാനത്തിന് അർഹനായി. ലോക അറബി ഭാഷാ ദിന ക്വിസ് മത്സരത്തിൽ സബ് ജില്ലാ തലത്തിൽ നമ്മുടെ സ്കൂളിലെ നെഹറിൻ ഫാത്തിമ നൌഷാദ് 1ാം സ്ഥാനം നേടിയെടുത്തു. കട്ടപ്പന സബ് ജില്ല സോഷ്യൽ സയൻസ് ക്വിസ് മത്സരത്തിലും നമ്മുടെ ഐസക് സെബാസ്റ്റ്യന് തന്നെയായിരുന്നു 2ാം സ്ഥാനം. ഉപജില്ലാതല സാമൂഹ്യശാസ്ത്ര ക്വിസിൽ നമ്മുടെ ഐസക് സെബാസ്റ്റ്യൻ 2ാം സ്ഥാനവും കട്ടപ്പന ഉപജില്ല സയൻസ് ക്വിസിൽ നമ്മുടെ ഹെറോൺ ജോൺ 2ാം സ്ഥാനവും നേടിയെടുക്കുകയുണ്ടായി. സബ് ജില്ലാ തലത്തിൽ KSTA നടത്തിയ അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ ഹെറോൺ ജോൺ 3ാം സ്ഥാനം നേടുകയുണ്ടായി. അന്താരാഷ്ട്ര അറബി ഭാഷാ ദിന ക്വിസ് മത്സരത്തിൽ ജില്ലാതലത്തിൽ നമ്മുടെ നെഹറിൻ ഫാത്തിമ നൌഷാദ് 2ാം സ്ഥാനം നേടിയെടുത്തു. കൂടാതെ ലോക അറബി ഭാഷാ ദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ നെഹറിൻ ഫാത്തിമ നൌഷാദ്, മുഹമ്മദ് സബ്വാൻ എന്നിവർ ഫുൾ A+ നേടുകയുണ്ടായി. A ഗ്രേഡ് നേടിയ രഹാൻ എസ് ബക്കർ, ആദില ഫാത്തിമ, മുഹമ്മദ് അൻസിൽ എന്നിവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൂടാതെ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നടത്തിയ സംസ്ഥാനതല ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ 13 കുട്ടികൾ A ഗ്രേഡും 5 കുട്ടികൾ B ഗ്രേഡും കരസ്ഥമാക്കി. വിജയികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇടുക്കി രൂപത KCSൽ നടത്തിയ കളറിംഗ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികളും പങ്കെടുക്കുകയും നിർണ ജയരാജ് 3ാം സ്ഥാനം നേടുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ കളറിംഗ് മത്സരത്തിൽ മിൻഹ ഫാത്തിമ 1ാം സ്ഥാനവും അഗ്രജ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി രൂപതാ തലത്തിൽ സംഘടിപ്പിച്ച മാഷ മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ അന്ന മരിയ ജിനേഷ് രൂപതാ തലത്തിൽ 3ാം സ്ഥാനം നേടുകയുണ്ടായി. വനം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് കാലുവരി മൗണ്ടിൽ വെച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിൽ നിർണ ജയരാജ് 1ാം സ്ഥാനവും അഗ്രജ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. തുടർന്ന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും നേടുകയുണ്ടായി. ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച കളറിംഗ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിലെ അഗ്രജ് ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും നേടുകയുണ്ടായി. ഹരിതസഭ കട്ടപ്പന മുനിസിപ്പാലിറ്റി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഹരിതസഭയിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും പോസ്റ്റർ നിർമ്മാണത്തിലും ചാർട്ട് അവതരണത്തിലും സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. വണ്ടർ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വണ്ടർ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന പേരിൽ പ്രത്യേക പരിശീലന പരിപാടി നടത്തപ്പെടുന്നു. ഓരോ ദിവസവും കുട്ടികളെ പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പരിചയപ്പെടുത്തുകയും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനും ഇംഗ്ലീഷ് അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നതിനുമൊക്കെ പ്രത്യേക അവസരങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്യുന്നു. HM ചലഞ്ച് മിടുക്കരായവരിൽ നിന്ന് കൂടുതൽ മിടുക്കരായവരെ കണ്ടെത്തുന്നതിനു വേണ്ടി HM ചലഞ്ച് എന്ന പ്രോഗ്രാം നടത്തിവരുന്നു. ഇതിലൂടെ ഓരോ ആഴ്ചയും ഹെഡ്മാസ്റ്റർ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക ടാസ്ക് നൽകുകയും അത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്ന കുട്ടിക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർഗവേള കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ക്ലാസ് തലത്തിൽ സർഗവേളകൾ സംഘടിപ്പിക്കുന്നു. അവതരിപ്പിക്കുന്ന ഏറ്റവും മികച്ച പരിപാടികൾ തിരഞ്ഞെടുത്ത് വെള്ളിയാഴ്ച സ്കൂൾ തലത്തിലുള്ള സർഗവേളയും നടത്തപ്പെടുന്നു. ഡാൻസ്, മ്യൂസിക് പരിശീലനം കുട്ടികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും പ്രത്യേക പരിശീലനം നൽകുന്നതിൻ്റെ ഭാഗമായി ഡാൻസിനും സംഗീതത്തിനും നമ്മുടെ സ്കൂളിൽ പ്രത്യേക ക്ലാസുകൾ നൽകപ്പെടുന്നു. സംഗീത പരിശീലനം നൽകുന്ന സാജൻ സാറിനും ഡാൻസ് പരിശീലനം നൽകുന്ന സ്മിത ടീച്ചർക്കും പ്രത്യേകം നന്ദി. സ്കൂൾ ഇലക്ഷൻ കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും നേതൃത്വ വാസനയും വ്യക്തിത്വ വികസനവും സാധ്യമാക്കുന്നതിനും വേണ്ടി സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തപ്പെട്ടു. ഒരു ഇലക്ഷനിലെ എല്ലാ നടപടിക്രമങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പണം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ സ്കൂൾ ഇലക്ഷൻ നടത്തി. ഐസക് സെബാസ്റ്റ്യൻ സ്കൂൾ ലീഡറായും മിൽക്ക വി മാക്സ്വെൽ സ്കൂൾ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവരെ കൂടാതെ ഓരോ ക്ലാസ്സിലെ ലീഡർമാരും സ്കൂൾ പാർലമെന്റിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത് മനോഹരമായ ഒരു അനുഭവമായി മാറി. അമ്മ നൽകുന്ന പൊതിച്ചോറും കൂടെ ഒരിറ്റ് സ്നേഹവും കുട്ടികളിൽ പരസ്പര സ്നേഹവും കരുണയും സഹജീവികളോടുള്ള കരുതലും വളർത്തുന്നതിനു വേണ്ടി
ഈ വർഷം ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ് അമ്മ നൽകുന്ന പൊതിച്ചോറും കൂടെ ഒരിറ്റ് സ്നേഹവും. ഇതിൻ്റെ ഭാഗമായി എല്ലാ വ്യാഴാഴ്ചയും കുട്ടികൾ വീട്ടിൽ നിന്ന് ഒരു പൊതിച്ചോറ് വീതം സ്കൂളിലെത്തിക്കുകയും അത് 20 ഏക്കറിൽ സ്നേഹഭവനിലുള്ള മാനസിക രോഗികളായ അന്തേവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഈ നല്ല ഉദ്യമത്തിന് അകമഴിഞ്ഞ പ്രോത്സാഹനങ്ങൾ നൽകി സഹകരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സ്നേഹസദൻ സന്ദർശനം. നല്ല കാര്യങ്ങൾക്ക് അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന സെന്റ് ജെറോംസിലെ കുട്ടികളുടെ മാതാപിതാക്കളുടെ സഹായത്തോടെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ഒരുമിച്ച് നരിയമ്പാറ സ്നേഹഭവൻ സന്ദർശിക്കുകയും അവിടുത്തെ അന്തേവാസികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അവർക്ക് വേണ്ടി നമ്മുടെ കുരുന്നുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഈ മഹത്തായ പ്രവർത്തനങ്ങൾക്ക് ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എൻഡോമെൻറ്റുകൾ. കുട്ടിയമ്മ ജോർജ് പടവിൽ മെമ്മോറിയൽ എൻഡോമെന്റ് 4ാം ക്ലാസ്സിൽ വേദപാഠം സന്മാർഗം പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നവർക്കും, വത്സമ്മ ജോസഫ് അയലുമാക്കൽ മെമ്മോറിയൽ എൻഡോമെന്റ് പൊതുവിജ്ഞാന പരീക്ഷയിൽ 1ാം സ്ഥാനം നേടുന്നവർക്കും, മുത്തകിഴക്കൽ മത്തായി സാർ എൻഡോമെന്റ് സ്കൂൾ പ്രതിഭ തിലകം പട്ടം നേടുന്നവർക്കും നൽകുന്നു. എൻഡോമെന്റുകൾ ഏർപ്പെടുത്തിയ ജോസഫൈൻ ടീച്ചറിനും ജോയ് സാറിനും റാണി ടീച്ചറിനും നിസ്സീമമായ നന്ദി. അധ്യാപക രക്ഷകർത്തൃ സമിതി. സെന്റ് ജെറോംസിന്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ എന്നും എപ്പോഴും താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക രക്ഷകർത്തൃ സമിതിയാണ് നമുക്കുള്ളത്. ശ്രീ നൈസ് പാറപ്പുറത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന PTA കമ്മിറ്റിയും ശ്രീമതി ആശ കളപ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന MPTA കമ്മിറ്റിയും സ്കൂളിൻ്റെ നാനാവിധമായ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ സഹായമാണ് നൽകുന്നതെന്ന് നിസ്സംശയം പറയാം. സെന്റ് ജെറോംസിന്റെ പ്രവർത്തന പന്താവിൽ അകമഴിഞ്ഞ സമർപ്പണ ബോധത്തോടെ കൈകോർക്കുന്ന PTA MPTA കമ്മിറ്റിയിലെ അംഗങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഡസ്റ്റ് ഫ്രീ ക്ലാസ് റൂമുകൾ. ക്ലാസ് മുറികളെ പൊടിവിമുക്തമാക്കുന്നതിന് വേണ്ടി സ്കൂളുകളുടെ ആരംഭം മുതൽ ഉപയോഗിച്ചിരുന്ന കറുത്ത ബോർഡുകൾ എന്ന സങ്കല്പത്തെ പാടെ മാറ്റി എല്ലാ ക്ലാസ് മുറികളിലും വൈറ്റ് ബോർഡുകൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞത് അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെ വലിയ നേട്ടമായി കണക്കാക്കുന്നു. പുതിയ സൗണ്ട് സിസ്റ്റം. അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെ ഈ വർഷത്തെ മറ്റൊരു നേട്ടമാണ് 56,000-ഓളം രൂപ മുടക്കി വാങ്ങിയ പുതിയ സൗണ്ട് സിസ്റ്റം. ഇതുമൂലം സ്കൂൾ അസംബ്ലിയും സ്കൂളിലെ മറ്റു പ്രവർത്തനങ്ങളും കൂടുതൽ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കുന്നു. ജമ്പിംഗ് പിറ്റ്. കായിക പരിശീലനത്തിൽ കുട്ടികൾ നേരിട്ടിരുന്ന ജമ്പിംഗ് പിറ്റിന്റെ അഭാവം പരിഹരിക്കുന്നതിനു വേണ്ടി PTA നേതൃത്വത്തിൽ ഒരു ജമ്പിംഗ് പിറ്റ് നിർമ്മിക്കുകയുണ്ടായി. ഇതിനായി നേതൃത്വം കൊടുത്ത പ്രസിഡന്റ് നൈസ് പാറപ്പുറത്തിനും കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പുതിയ നോട്ടീസ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും ഓഫീസ് നവീകരിക്കുന്നതിനും നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയം നിറഞ്ഞ സഹകരണം ലഭിക്കുകയുണ്ടായി. അവർക്കൊപ്പം തന്നെ സാമ്പത്തികമായും അല്ലാതെയും സഹായിച്ച എല്ലാ അധ്യാപകർക്കും കൂടി നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. മയൂഖം. സെന്റ് ജെറോംസ് എന്ന പുണ്യ കലാക്ഷേത്രത്തിന്റെ മുഖപത്രമായ മയൂഖത്തിന്റെ തുടർച്ചയായ 15ാം പതിപ്പ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഇതിലേക്ക് പരസ്യങ്ങൾ നൽകി സഹായിച്ച എല്ലാവർക്കും, മയൂഖത്തിന്റെ മുഖ്യശില്പി ജയ തോമസ് ടീച്ചറിനും സഹപ്രവർത്തകർക്കും അധ്യാപക രക്ഷകർത്തൃ സമിതി അംഗങ്ങൾക്കും 1000 അഭിനന്ദനം. സ്കൂൾ ബസ് സർവീസ്. രൂക്ഷമായ യാത്രാക്ലേശം പരിഹരിക്കുവാൻ 2014 ആരംഭിച്ച നമ്മുടെ സ്കൂൾ ബസ് 10ാം വർഷവും വിജയകരമായി സർവീസ് തുടരുന്നു. സ്കൂൾ ബസിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും എപ്പോഴും നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട ലൈജു നെല്ലിത്താനത്തിന് സെന്റ് ജെറോംസിന്റെ അകമഴിഞ്ഞ നന്ദി ആദരപൂർവ്വം രേഖപ്പെടുത്തട്ടെ. നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലെത്തിക്കുന്ന കുഞ്ഞുമോൻ ചേട്ടനും ആതിരയ്ക്കും, യാത്രാ സംവിധാനങ്ങളില്ലാത്ത ഉൾപ്രദേശങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന പ്രിയപ്പെട്ട ഐവിൻ ചൈതന്യയ്ക്കും ജിനു കപ്യാങ്കലിനും സെന്റ് ജെറോംസ് കുടുംബത്തിന്റെ അതിരുകളില്ലാത്ത നന്ദി. നന്ദിയുടെ നറുമലരുകൾ. ഹൈറേഞ്ചിലെ വിദ്യാഭ്യാസ മേഖലയിലെ കിടാവിളക്കായ സെന്റ് ജെറോംസ് LP സ്കൂളിന്റെ വഴിത്താരകളിൽ മാർഗനിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളുമായി നമ്മോടൊപ്പമുള്ള ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ രക്ഷാധികാരി മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന് സെന്റ് ജെറോംസിന്റെ അതിരുകളില്ലാത്ത നന്ദി. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകി സ്നേഹവാത്സല്യങ്ങളോടെ നമ്മെ നയിക്കുന്ന ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസിയുടെ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകടിയേലിന് നിസ്സീമമായ നന്ദി. ഈ കൊച്ചു കലാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സന്തത സഹചാരിയായി നമ്മോടൊപ്പമുള്ള
ആദരണീയനായ സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് മണിയാട്ടിന് സെന്റ് ജെറോംസ് കുടുംബാംഗങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് മാനേജർമാരായ ഫാദർ ജോസഫ് ഉമ്മിക്കുന്നേൽ, ഫാദർ ജോമിൻ പഴയക്കുടിയിൽ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി സാറിനും ഹെഡ് മാസ്റ്റർ വിൻസെന്റ് ടീച്ചറിനും സെന്റ് ജെറോംസ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫ്രാൻസിസ് സാറിനും അധ്യാപകർക്കും അനധ്യാപകർക്കും വിശിഷ്യ ജിന്നറ്റിനും സ്ഥലം മാറിപ്പോയ റോബിക്കും PTA MBTA കമ്മിറ്റി അംഗങ്ങൾക്കും പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ ഓരോരുത്തർക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹാധ്യാപകർക്കും പ്രിയ കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാറ്റിനും ഉപരിയായി കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഈ കലാലയത്തിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനന്തമായ ഈശ്വര അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു എന്ന് സൈജുമോൻ ജോസഫ്, ഹെഡ് മാസ്റ്റർ.